അപേക്ഷിക്കുകയാണ്. പൊന്നിൻ തിരുവോണത്തിന് സ്വാഗതമരളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ അരങ്ങേറുന്നു. ജനകീയാസൂത്രണത്തിന്റെയും പുരോഗമന കലാ സാംസ്കാരിക സംഘടനയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നാട്ടിലെ പുതിയ പ്രതിഭകളെ കണ്ടെത്തുവാനുള്ള ഞാൻ ടൗണിലേക്ക് പോവാ. ട്രോഫികൾ വാങ്ങണ്ടേ? നാളെ ഫുൾ ടൈം ഞാൻ കൂടെ ഉണ്ട്. എന്നാ നമുക്ക് പോവാം. ശരി, എന്നാ ഞങ്ങൾ വിട്ടോളെ. ശരി. നാട്ടിലെ പുതിയ പ്രതിഭകളെ കണ്ടെത്തുവാനുള്ള മഹാസംരംഭത്തിൽ പ്രബുദ്ധരായ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പൊന്നിൻ തിരുവോണത്തിന് സ്വാഗതമരളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക എനിക്ക് മാഷോട് പിണക്കൊന്നുമില്ല കേട്ടോ. അതിന് പിണങ്ങേണ്ടത് ഞാനല്ലേ, എന്നെയല്ലേ തല്ലിയത്. എന്താ മാഷ ഇത്? സ്നേഹിതരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തൊന്നും കൊണ്ടുവന്നൊക്കെ ഇരിക്കും. അതൊക്കെ അപ്പ വിട്ട് കളയണം. ഞാനത് അപ്പോഴേ മറന്നു. അത് ശരി. മാഷിത് എങ്ങോട്ടാ? ടൗണിലേക്കാ. ടൗണിലേക്കോ? ഞാൻ ടൗണിലേക്കല്ല. നമുക്ക് ഒരു ചായ കുടിച്ചാലോ? ഞാൻ കുടിച്ച. ഒന്നുകൂടെ കുടിച്ചാലെന്താ? ഇന്ന് മാഷ് എന്റെ വക ചായ കുടിക്കുന്നു. എന്നാലേ മാഷ്ക്ക് എന്നോടുള്ള പിണക്കം മാറിയെന്നൊരു സമാധാനാവും. വാ വാ, ഇങ്ങ് വാ മാഷെ. 2 ചായ. ആ, ലേശം പുട്ട് കഴിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. നല്ല ചൂടുള്ള പുട്ടാ. ബെസ്റ്റ് കടലക്കറിയുണ്ട്. 2 കുറ്റി പുട്ട് ഇങ്ങോട്ട് എടുത്ത് വെച്ചോളൂ. കടലക്കറി ഇഷ്ടാണല്ലോ അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടാ. 2 പടലപ്പഴവും. മാഷിക്ക് ഞാനേ ഒരു സിഗരറ്റ് വലിച്ചാലേ എന്തെങ്കിലും ഒന്ന് കഴിക്കാനുള്ളൊരു മൂഡ് വരും. ഇപ്പൊ വരാം. അതെ, പൈസ അയാളെടുന്ന് വാങ്ങിച്ചോളൂ. വരിക, വാ, നിർത്ത, മുമ്പിൽ കയറി. മാഷ് ട്രോഫി വാങ്ങാൻ ഇറങ്ങിയതാ. അതെ, ഓണാഘോഷം. കമ്മിറ്റി സെക്രട്ടറി ഞാനാണല്ലോ. നമ്മള് എത്ര മണിക്ക് ടൗണിലെത്തും? അത് ടൗണിലെത്തുമ്പോ വാച്ച് നോക്കിയാ മതി, മണി പിടി കിട്ടും. എനിക്ക് വീട് പണി നടക്കുന്നിടത്ത് ഒന്ന് ഇറങ്ങണം. ഒരു 5 മിനിറ്റ്. ഇപ്പൊ വരാട്ടോ. സുരേന്ദ്ര, തന്റെ എഞ്ചിനീയർ സാറ് വന്നില്ലേ? സാറ് വന്നു. കുറച്ചേരം കാത്തു നിന്നു. 12 മണിക്ക് വരാമെന്ന് പറഞ്ഞു പോയി. ഇയാൾ എവിടേക്കായി മുങ്ങണേ? കാശിന് ആവശ്യം വരുമ്പോ മാത്രം പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ മഷി ഇട്ട് നോക്കിയാൽ കാണില്ല. അയാള് വരുമ്പോ വരട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്. ആ കള്ളൻ എഞ്ചിനീയർ പോയി കളഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുറപ്പിക്കാനുള്ളതാ. 12 മണിക്ക് വരൂ അത്രേ. അല്ലെങ്കിൽ ഞാൻ ടൗണിലേക്ക് വരണോ? ബാലകൃഷ്ണ മാഷുണ്ടല്ലോ, പുള്ളി ബസ് കയറ്റി വിട്ടാ പോരെ? ഹെഡ് മാസ്റ്റർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. സാരമില്ല, ഞാൻ നോക്കിക്കോളാം. ബസ് കയറ്റി വിട്ടാ മാത്രം പോരാ, നിർമ്മലയ്ക്ക് വീട്ടിലേക്ക് എന്തൊക്കെയോ തുണി എടുക്കണമെന്ന് പറഞ്ഞു. അതൊരു പ്രശ്നമില്ല. എന്റെ സുഹൃത്തുക്കളുടെ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ തന്നെ ടൗണിൽ 5-6 ഉണ്ട്. ഓഹോ, ആ എങ്കിൽ പിന്നെ വിട്ടോളൂ. ആ പിന്നെ തുണി എടുക്കുന്ന കൂട്ടത്തിൽ ബാലൻ നിർമ്മലയ്ക്കൊരു സാരി വാങ്ങിച്ചു തരും. ഓണക്കോടി വേണ്ടാന്നൊന്നും പറഞ്ഞു കളയരുത്. ആ എന്നാ പിന്നെ വിട്ടോളൂ. എനിക്ക് കാർ കയറിയ മിണ്ടാതിരിക്കുമ്പോ ഭയങ്കര ടെൻഷനാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. മാഷ് പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. കേട്ടാ മാത്രം പോരാ, ഇങ്ങോട്ടും പറയാലോ. ടീച്ചർക്ക് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇത് മാഷ് തന്നെ ഒരിക്കൽ ചോദിച്ചതാണല്ലോ. ചോദിച്ചോ? എപ്പോ? അന്ന് ആ വഴി വെച്ച്. ശരിയാണ്, ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ടീച്ചർ നോൺ വെജിറ്റേറിയനോ അതോ വെജിറ്റേറിയനോ? എന്തിനാ? അല്ല, ഊണ് കഴിച്ചിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയ പോരെ? എനിക്ക് ഊണൊന്നും വേണമെന്നില്ല. ഞാൻ ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കൂ.
അതുവരെ വിശക്കില്ലേ? ഞാൻ പറഞ്ഞാൽ വിശപ്പ് കേൾക്കും. ഞാൻ പറഞ്ഞ വിശപ്പ് കേൾക്കില്ല. എങ്കിൽ മാഷ് ഒരു കാര്യം ചെയ്യൂ. എനിക്ക് ആ ടെക്സ്റ്റൈൽ ഷോപ്പ് ഒന്ന് കാണിച്ചു തന്നിട്ട് മാഷ് പോയി സുഖമായിട്ട് ഊണ് കഴിച്ചോളൂ. അത് ശരിയാവില്ല. എന്നെ ഹെഡ് മാസ്റ്റർ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് സ്കൂളിനോടും ഹെഡ് മാസ്റ്ററോടും എനിക്കൊരു ഉത്തരവാദിത്വമില്ലേ? ടീച്ചറെ ബസ് കയറ്റി വിടാൻ മുന്നോട്ട് വെച്ച കാൽ ഞാൻ പിന്നോട്ട് എടുക്കില്ല. ഇപ്പോഴും ജയിലിലായത് എങ്ങനെ എന്ന് പറഞ്ഞില്ല. നന്ദന് ബോറടിക്കുന്നില്ലേ? ഇല്ലല്ലോ. തീവ്രമായ ഒരു പ്രേമകഥയാണ് ഇതുവരെ പറഞ്ഞത്. ഇതിലെവിടെയാണ് പെൺവാണിപ്പം? അതിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ. ടീച്ചറിനെ ബാലകൃഷ്ണൻ ബസ് കയറ്റി വിട്ടിട്ട്? ബസ് കയറ്റി വിട്ടില്ല. ടീച്ചർക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നല്ലോ. പൊതുവെ ഏത് കളറിനോടാ ഇഷ്ടം? ഏയ് അങ്ങനെയൊന്നുമില്ല. എനിക്കിഷ്ടം സ്കൈ ബ്ലൂ ആണ്. അന്ന് കുട്ടികളെ ലളിതഗാനം പഠിപ്പിക്കുമ്പോൾ ഉടുത്തിരുന്ന സാരിയില്ലേ, നീലയിൽ വെള്ളപ്പൂക്കളുള്ള നല്ല ചർച്ചയായിരുന്നു. ബ്ലൂ സാരികൾ എടുക്കൂ. ഒരേ നിറത്തിലുള്ള കുറെ സാരികൾ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ബ്ലൂ വേണ്ട. ബ്ലൂ വേണ്ട. ഹെഡ് മാസ്റ്റർ ഒരു കാര്യം സൂചിപ്പിച്ചത് ഓർമ്മയുണ്ടോ? എന്ത്? ഞാൻ നിർമ്മല ടീച്ചർക്ക് ഒരു സാരി, എനിക്കിപ്പോ ഏതായാലും സിസ്റ്ററിന് ഒരു സാരി എടുക്കണം. ആ കൂട്ടത്തിൽ ഓണമായതുകൊണ്ടാണേ. ഓണം ഇനിയും വരുമല്ലോ. വരും വരും. ഓണം സാധാരണ വർഷത്തിൽ ഒരു തവണ വരും. പക്ഷെ ഈ ഓണം പോലെയാണോ അടുത്ത ഓണം എന്ന് ആർക്കറിയാം? അക്കാര്യം അടുത്ത ഓണക്കാലത്ത് ആലോചിച്ചാ പോരെ? മതി. ഹലോ, ഭാര്യയും ഭർത്താവും കൂടെ ഓണ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കണല്ലേ? എന്താ ബാലകൃഷ്ണൻ ഇങ്ങനെ കുന്തം മെഴുങ്ങുമല്ലോ നോക്കുന്നത്? ഞാനൊന്ന് തളിച്ചു എന്നുള്ള സത്യം തന്നെ, പക്ഷെ മുഖം അത്രയ്ക്ക് അങ്ങ് മാറിപ്പോയോ? എടോ, ഇത് ഞാനാടോ, ബാബു, ബാബു വിജയനാഥ്. ബാബു? ആ, എനിക്ക് സംശയം തോന്നി. പക്ഷെ മുഖം മാറിയിട്ടുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. കാണുമായിരിക്കും. കൊല്ലം 11 കണ്ടിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് അധികം നാൾ ആയിട്ടില്ലെന്ന് തോന്നുന്നു. മിസ്സിന്റെ മുഖത്തെ ലജ്ജയും പരിഭവവും പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല. അത് ഇത് സാരി എടുക്കാൻ വേണ്ടി. സാരി എടുക്കുമ്പോ ലജ്ജിക്കണം? സിസ്റ്റർ, ഞാൻ ഇയാളും കോളേജ് മേറ്റ്സാ. അന്ന് ഞാൻ വെറും ഒരു ചെറിയ പാട്ടുകാരൻ, ഇയാളൊന്ന് വലിയ വിദ്യാർത്ഥി നേതാവാ. പൊളിറ്റിക്സ് ഇപ്പോഴും ഉണ്ടോ ബാലകൃഷ്ണ? ബാബു, ഈ സാരി എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിശദമായി സംസാരിക്കാം. ഓക്കെ 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 ഓക്കെ, കാര്യങ്ങൾ നടക്കട്ടെ. അവനൊന്ന് ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു. അവൻ പാടുന്നവനായതുകൊണ്ടാ എന്റെ സുഹൃത്തായതും. കണ്ട ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും അയാൾ സ്വയം അങ്ങ് തീരുമാനിച്ചു. ഇതുപോലുള്ള സുഹൃത്തുക്കൾ ഇനിയും വരുമോ? ടീച്ചർ സാരി എടുത്തോളൂ. പുറത്തത്തെ തരും. ആ ആ ആ, നേരെ വൈ. ആ, അത് ശരി. ഓക്കെ, വണ്ടി കയറ്. കുറെ നേരമേ വെയിറ്റ് ചെയ്യുന്നു. ഇത്രയും താമസിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര പർച്ചേസിംഗ് ആയിരിക്കും. അല്ല, ഞങ്ങള് വേറെ വഴിക്കാ. ഞാനും വേറെ വഴിക്കാ. ഇയാൾ വണ്ടി കയറ്. അതല്ല ബാബു, ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ പോകണം, ഊണ് കഴിക്കണം. എനിക്കും ബസ് സ്റ്റാൻഡിൽ പോകണം, ഊണ് കഴിക്കണം. ചുമ്മാ കേറ് ബാലകൃഷ്ണ. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വിശദമായി സംസാരിക്കാന്ന് പറഞ്ഞിട്ട്. അതോ ഇനി ഇതേപോലത്തുള്ള ബൂർഷ വണ്ടി കേറില്ലെന്നുണ്ടോ പഴയ കമ്മ്യൂണിസ്റ്റിന്? അതൊന്നുമല്ല. എന്നാ പിന്നെ കേറ്. ബസ് സ്റ്റാൻഡിലല്ല, ഏത് നരകത്ത് വേണമെങ്കിലും കൊണ്ടുവിടാം. കേറ്. ഇവിടെ അധികം നേരം ഇങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി കയറ്. സാരമില്ല, നമുക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാം. കേറിക്കോളൂ. പുറകിൽ വണ്ടി. ഒരുപാട് കാലം കഴിഞ്ഞ്
തീരെ പ്രതീക്ഷിക്കാതെ പഴയ കക്ഷികളെയൊക്കെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലല്ലേ? അന്നത്തെ ചില ബോർമാരെ കണ്ട ഒഴിഞ്ഞു മാറുകയും ചെയ്യും കേട്ടോ. എനിവേ, ദിസ് ഇസ് എ ഗ്രേറ്റ് സർപ്രൈസ്. ആ, ആദ്യം ചോദിക്കേണ്ട കാര്യം മറന്നു. ബാലനിപ്പോ എവിടെയാ? ഞാൻ നാട്ടിൽ തന്നെയുള്ള ഒരു സ്കൂളിലും മാഷാണ്. ആ, അന്നത്തെ ആ പോക്ക് കണ്ടപ്പോ ബാലകൃഷ്ണൻ കുറഞ്ഞ പക്ഷം ഒരു MLA എങ്കിലും ആവുമെന്നാ ഞാൻ വിചാരിച്ചത്. ശ്രീമതി ഒന്നും പറഞ്ഞില്ല? ടീച്ചറാ. ഒരേ സ്കൂളിലാ? അതെ. ആ, ആനന്ദലബ്ധിക്ക് നീ എന്ത് വേണം? എവിടാ നാട്? പയ്യന്നൂർ എന്ന് പറയും. പയ്യന്നൂരെന്ന് പറയണ്ട, പയ്യന്നൂര്, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്റെ കാൽപാദമേറ്റ് ധന്യമാകാത്ത ഒരു ഇഞ്ച് ഭൂമി പോലും ഈ കേരളത്തിലില്ല എന്റെ പൊന്നു ബാല. കൊറേ തെണ്ടിയതാ. ബാബു ഇപ്പൊ എന്ത് ചെയ്യുന്നു? ബിസിനസ്. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ കൊണ്ടും കൊടുത്തും കൊച്ചു കൊച്ചു സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചും ഭാര്യ വീട്ടുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനുള്ള ഒരു ശ്രമം. പഴയ പാട്ട് പാടുന്ന പരിപാടിയൊക്കെ വിട്ടോ? അതൊക്കെ എന്നേ കയ്യിന്ന് പോയി. എന്ന് വെച്ച് പാട്ടിനോട് സ്നേഹക്കുറവൊന്നുമില്ല കേട്ടോ. സമയം കിട്ടുമ്പോഴൊക്കെ ഇഷ്ടം പോലെ പാട്ട് കേൾക്കും. ഇറങ്ങും. ഇതാണോ ബസ് സ്റ്റാൻഡ്? ഇത് ബസ് സ്റ്റാൻഡ് അല്ല, ഇത് നമ്മുടെ സങ്കേതമാണ്, ഒരു ക്ലബ്ബ്. ഇവിടെ ഊണ് കഴിച്ചിട്ട് നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോവാം. എനിക്ക് ഊണ് വേണ്ട. കഴിച്ചേക്കാം. ഇവിടെ വെജിറ്റേറിയൻ കിട്ടില്ലേ ബാബു? ഇവിടെ എന്തും കിട്ടും. എനിക്ക് ബസ് തെറ്റും. എനിക്കെന്ന് പറഞ്ഞാ നിങ്ങൾ ഒരുമിച്ചല്ലേ പോകുന്നത്? ഞാനിപ്പോ പോകുന്നില്ലല്ലോ. ടീച്ചറെ അല്ല നിർമ്മലെ ബസ് കയറ്റി വിടണം. ഓ, അങ്ങനെയാണോ? എങ്കിൽ ഇവരെ ബസ് കയറ്റി വിട്ടിട്ട് നമുക്ക് വിശദമായിട്ടൊന്ന് കൂടിക്കള. എന്നാ പിന്നെ നേരം കളയണ്ട, പെട്ടെന്ന് ഊണ് കഴിച്ചേക്കാം. വാ വാ വാ. കഴിക്കുന്നതല്ലേ നല്ലത്. വെറും വയറ്റിൽ യാത്ര ചെയ്യുന്നത് ശരീരത്തിന് കേടാ. വരും. വീക്കെൻഡില് ഞാനും രാധികയും മിക്കവാറും ഇവിടെ വരും. സോറി, രാധിക എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയാ. എന്നെ സംബന്ധിച്ചൊരു സുദിനമാ. ഇന്ന് രാവിലെ 6:30 ഞാൻ ഒരു അച്ഛനായി. ആണോ? കൺഗ്രാചുലേഷൻ. താങ്ക് യു. എന്റെ ഫ്ലാറ്റിൽ ആരുമില്ല, എല്ലാരും ഹോസ്പിറ്റലില്ല. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. പിന്നെ താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ ഇവിടെ ഒരു മുറി എടുത്തിരിക്കുക. വരൂ, ഇരിക്കൂ. അല്ല, വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിക്കോളൂ, എന്നിട്ട് നമുക്ക് റെസ്റ്റോറന്റിലോട്ട് പോവാം. എനിക്ക് പേരിന് എന്തെങ്കിലും മതി. മുറിയിലേക്ക് കൊണ്ടുവരില്ലേ? അത് മതിയോ? അല്ല, റെസ്റ്റോറന്റിലാകുമ്പോ മ്യൂസിക് കേൾക്കാം, 4-5 ആൾക്കാരെ കാണാം. അതൊന്നും വേണമെന്നില്ല. എന്താ പല, തന്റെ ഭാര്യ ആളൊരു ഇന്റർവെറ്റ് ആണോ? മറ്റുള്ള മനുഷ്യരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒറ്റയ്ക്കിരിക്കുന്ന സ്വഭാവക്കാരി. ബാലകൃഷ്ണൻ ടീച്ചറെ പോലെ ആയിരുന്നില്ല. പക്ഷെ നല്ലതാ, ഈ ഭാര്യയും ഭർത്താവും വിരുദ്ധ സ്വഭാവക്കാരാവുമ്പോ ഈ കുടുംബത്തൊരു പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും. ആ വൈരുദ്ധ്യങ്ങളാണല്ലോ ജീവിതത്തെ തന്നെ രസകരമാക്കുന്നത്. ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാം. അയാൾ തെറ്റിദ്ധരിപ്പിച്ച എന്തിനാ? ഞാനൊന്നും പറഞ്ഞതല്ലോ. എല്ലാം ബാബു സ്വയം തീരുമാനിച്ചതല്ലേ. തിരുത്താൻ പോയാൽ വേറെ ചോദ്യങ്ങൾ വരും. ഞാനിപ്പോ ഇയാളെ കാണുന്നത് ഒരു 12 വർഷത്തിന് ശേഷമാണ്. ഇനി ഒരിക്കലും കാണുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഊണ് കഴിച്ച് പെട്ടെന്ന് അങ്ങ് പോയേക്കാം. ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് വരുമ്പോഴത്തേക്ക് ഇങ്ങ് വരാം. വാ ബാല, ടീച്ചർ ഇരിക്കും.